ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ മാഞ്ചസ്റ്ററിലെ കിച്ചൺ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഔട്ട്ഡോറൊക്കെ വളരെ കുറവാണ്. ഞാനിങ്ങനെ ഒന്ന് വിൻ്ററാണ്, രണ്ടാമത് ഞാൻ ഒരുപാട് കണ്ടു കഴിഞ്ഞാണ്. പിന്നെ നിങ്ങളും കുറേ കണ്ടതാണ് മാഞ്ചസ്റ്ററിൻ്റെ ഔട്ട്ഡോർ വിശേഷങ്ങൾ. അപ്പോൾ കിച്ചണിലേക്ക് നമ്മളങ്ങനെ ഒതുങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും പുറത്തൊക്കെ പോയി കുറേ കറങ്ങി. അപ്പോൾ ഈവനിങ് ടൈം ഒരു 7 മണിക്കെല്ലാം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും വേണം എന്നാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് അമ്മ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് എന്താ അറിയോ? അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ചപ്പാത്തി ആകാം, ചപ്പാത്തിക്കൊരു കറി. അപ്പോൾ കറി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ചും ആലോചിച്ചു. എന്നിട്ട് നിങ്ങളെല്ലാവരും എന്നോട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു മുട്ടക്കറി കാണിക്കണം, സിമ്പിളായിട്ട്, ടേസ്റ്റി ആൻഡ് സിമ്പിൾ. അപ്പോൾ ലാസ്റ്റ് ടൈം മാഞ്ചസ്റ്റർ വന്നപ്പോൾ നല്ലൊരു എഗ് റോസ്റ്റ് കാണിച്ചിരുന്നു. അത് ചോറിന് പറ്റിയ കറിയാണ്. പക്ഷേ ഈ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഇത് ചപ്പാത്തി, ഇടിയപ്പം, ആപ്പം അതിൻ്റെയൊക്കെ കൂടെ നല്ലതായിരിക്കും. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല സിമ്പിളാണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം വെരി ടേസ്റ്റി. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു 4 മണിക്ക് മുന്നേ ഇരുട്ടും. അപ്പം മുട്ടക്കറി എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി വരുന്നത് സമയമാകുമ്പോൾ ചെയ്താൽ മതി. അപ്പോൾ ഈസി വർക്ക്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ എല്ലാം മുട്ട പുഴുങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തുടങ്ങാം. അപ്പോൾ ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു ഈസി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മതി നമുക്ക്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോഴത്തേ നോക്കൂ, ഞാൻ സവാള ഒരു 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇപ്പോഴത്തെ എന്തായാലും ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നതും. ഇത് പക്ഷേ എരിവുള്ളതായതുകൊണ്ട് അകത്തെ കുരുവെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെന്താ, കുറച്ച് മല്ലിയില നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അരച്ച് വെക്കണം. പിന്നെന്താ, മുട്ട പുഴുങ്ങി വെക്കണം. ഇതിപ്പോൾ ഞാനൊരു 5 മുട്ടയാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്, പക്ഷേ 6 മുട്ട വരെ ആകാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റെഡി. ഇനി നമുക്ക് മസാല അരയ്ക്കാൻ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് ഈ വിൻ്റർ ഡേയ്സിനിടയിൽ വെയിൽ വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ, ഒരു ചതുര കഷ്ണം ഇഞ്ചി, 2 വലിയ അല്ലി വെളുത്തുള്ളി, പിന്നെ അത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ മതി. ഓക്കെ, 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ചെറിയ സ്പൂൺ, 1.5 ടീസ്പൂൺ മുളക് പൊടി. പിരിയൻ മുളകിൻ്റെ പൊടിയാണ്, ഞാൻ എപ്പോഴും അതല്ലേ ഉപയോഗിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ എടുക്കാം. ഓക്കെ, അങ്ങനെ 3 ടീസ്പൂൺ. ഓക്കെ, 3 ടീസ്പൂൺ ഇപ്പോഴേ ആയിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് നിറച്ചെടുത്തില്ല, അതാണ് 1.5 അപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ മഞ്ഞൾപ്പൊടി വേണമല്ലോ, അതൊരു അല്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി വയ്ക്കാം. പിന്നെ ഇഞ്ചി എടുത്തു, വെളുത്തുള്ളി എടുത്തു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഗരം മസാല പൊടിച്ചത്. ഈ കാര്യം കൂടി വേണം. അപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല പൊടി. അങ്ങനെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം, ഒരു പേസ്റ്റ്. ഇതാണ് നമ്മളുടെ മസാല പേസ്റ്റ്, മുട്ടക്കറിക്ക് വേണ്ട മസാല പേസ്റ്റ്. ഞാനിത് മിക്സിയിൽ ചെറിയ ബൗൾ വെച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. ഓക്കെ, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലാക്കട്ടെ. നോക്കൂ, മസാല പേസ്റ്റ് ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. അതെ, മസാല പേസ്റ്റ് ഇവിടെ റെഡി. പിന്നെന്താ, അരിഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ പാത്രം, പിന്നെ ഒരു പ്രധാന കാര്യം, 3 ടൊമാറ്റോ അരച്ചെടുത്താൽ മതി, പ്യൂറി ചെയ്തെടുക്കണം. അത് തിളപ്പിച്ച വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞ് അങ്ങനെയൊന്നും വേണമെന്നില്ല. വെറുതെ ടൊമാറ്റോ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. 3 ടൊമാറ്റോ. ഇതിപ്പോൾ ഞാൻ ടിൻഡ് ടൊമാറ്റോയിൽ നിന്നും ഏതാണ്ട് ഒരു 3/4 ടിന്നോളം എടുത്തു. എന്നിട്ട് ഞാനൊന്ന് അരച്ചെടുത്തു, അത്രേ ഉള്ളൂ. അതിവിടെ ഇങ്ങനെ ടിൻഡ് ടൊമാറ്റോ കിട്ടുന്നതുകൊണ്ടാണ്. നാട്ടിലാണെങ്കിൽ നമ്മൾ 3 ടൊമാറ്റോ എടുത്ത് അരച്ചെടുത്താൽ മതി. ഇനി ഇതൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ഇത് നെയ്യിലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നെയ്യിൽ താളിക്കുകയാണെങ്കിൽ. പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ താളിച്ച് ചെയ്ത് നോക്കൂ, നല്ല ഭയങ്കര ടേസ്റ്റായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഓയിലുണ്ടല്ലോ, റാപ്സ് സീഡ് ഓയിൽ, അത് തന്നെ യൂസ് ചെയ്യാൻ പോകണം. ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. എണ്ണ ചൂടായിട്ട് ആദ്യത്തെ താളിക്കലൊക്കെ വളരെ വ്യത്യാസമാണ്. ആദ്യത്തെ താളിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടാണ് താളിക്കുന്നത്. 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഓക്കെ, എണ്ണ ചൂടായി. ഇനി ഇതിലേക്ക് നോക്കിക്കോളൂ, ഒരു 1/2 ടീസ്പൂൺ
നല്ല ജീരകം. അതിങ്ങനെ മൂത്ത് പൊട്ടുന്ന ശബ്ദം കേട്ട് തുടങ്ങിയല്ലോ. നല്ലൊരു മണമൊക്കെ വരുന്നു. നന്നായിട്ടൊന്ന് മൂക്കട്ടെ. എല്ലാ ജീരകവും ഇങ്ങനെ പൊട്ടി 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 മൂത്തൊരു മണം വരണം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള. ഇതൊരു 3 ഇടത്തരം സവാളയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ സവാള കേട്ടോ, നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സവാള. ഇത് ഞാൻ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് പ്രത്യേകം മേടിച്ച് ഒരു കിലോ അങ്ങനെ മേടിച്ച് വെച്ചു. അപ്പോൾ അത് തീരുന്നവരെ അത് ഉപയോഗിക്കാതെ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ ചെയ്യാമല്ലോ. ഇവിടുത്തെ വൈറ്റ് സവാളയും നാട്ടിലെ സവാളയും ഒക്കെ നല്ലതാണ്. പിന്നെ പച്ചമുളക് 2 കളർന്നു. ഇതിൻ്റെ ഞാൻ അകത്തെ അരിയെല്ലാം മാറ്റിയതാണ്. കരി ഇവിടെ ഭയങ്കര എരിവാണ് ഈ മുളകിന്. നമ്മൾ ഇപ്രാവശ്യം മേടിച്ച മുളക് ഇങ്ങനത്തെ. ഇതിന് കളറ് മാറണം. അപ്പോൾ ഓക്കെ. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായി മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങുന്ന സമയത്താണ് ഇനി ബാക്കി പരിപാടികൾ. ഇച്ചിരി ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കാമല്ലേ. പെട്ടെന്ന് തന്നെ സവാള വാടി ഒട്ട് കിട്ടും. ഇതിപ്പോൾ നെയ്യിലാണ് താളിക്കുന്നെങ്കിൽ എന്തൊരു മണമായിരിക്കും എന്നറിയോ. അത് ഭയങ്കര രസകരമായ ടേസ്റ്റും മണവും ഒക്കെയാണ്. ഞാനിപ്പോൾ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, നിറമൊക്കെ മാറി തുടങ്ങുന്നു. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി കഴിഞ്ഞപ്പോൾ എന്തോ ഉണ്ടെന്ന് നോക്കിയേ. കുറഞ്ഞില്ലേ, ഭയങ്കരമായിട്ട് കുറഞ്ഞു. ചുരുങ്ങി. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്. ഇതെന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ. പാത്രം കഴുകിയും കൂടി നമുക്ക് ഒഴിക്കാം. ഇനി ഈ മസാല പേസ്റ്റിൻ്റെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റണം. ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ വെള്ളമൊക്കെ വറ്റി മസാലയുടെ പച്ചച്ചുവ മാറി നല്ലൊരു എന്താ പറയുക, മൂത്ത മണം വരും. എണ്ണയൊക്കെ തെളിയുന്ന ഒരു പാകം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പറ്റിയ ഒരു കിടിലം സിമ്പിൾ മുട്ടക്കറിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എളുപ്പമല്ലേ. ഇങ്ങനെ വെറുതെ വേണമെങ്കിൽ നമുക്ക് പൊടിയായിട്ട് ഇടാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർക്കാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. നോക്കൂ, ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയില്ലേ. മസാലയൊക്കെ മൂത്തു, എണ്ണ തെളിഞ്ഞു. ഇനിയാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂറി ഇതും കൂടി ചേർക്കും. ഇനി ഈ ടൊമാറ്റോയുടെ പച്ച ചുവ മാറണം. കാര്യം ഇത് നമ്മൾ ബ്ലാൻഡ് ചെയ്തിട്ടല്ല അരച്ചെടുത്തിരിക്കുന്നത്. ബ്ലാൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ബ്ലാൻഡ് ചെയ്യുക. അത് വേവിക്കുന്നില്ല, തിളച്ച വെള്ളത്തിയിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം നേരം നമ്മൾ വഴറ്റേണ്ടി വരില്ല. കാര്യം അത് പെട്ടെന്ന് തന്നെ അത് ഓൾറെഡി കുക്കാണല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പച്ചയ്ക്ക് നമ്മൾ അരച്ചെടുത്തതാണ്. പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ടിൻഡ് ടൊമാറ്റോസ് അല്ലേ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ വെറുതെ അരച്ചെടുത്തതായതുകൊണ്ട് അതിൻ്റെ പച്ചച്ചുവ മാറണം. അപ്പോൾ വീണ്ടും വെള്ളം വറ്റുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക, അത്രേ ഉള്ളൂ. ഇപ്പം നോക്കൂ, വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നൊരു പാകം. അപ്പോൾ എന്തായാലും ടൊമാറ്റോയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ. യെസ്, മാറിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനിയാണ് ഇപ്പം നമ്മുടെ മസാല പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി ഒരു 2.5 കപ്പ് വെള്ളം അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ, അതൊഴിക്കുന്നു. 2 മുതൽ 2.5 കപ്പ് വരെ ആകും. നിങ്ങൾക്ക് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. കാര്യം ഇനി ഇതിൽ നമ്മൾ തേങ്ങാപ്പാലും ചേർക്കാനുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ ഒഴിക്കാം. 2-2.5 കപ്പോ എടുക്കാം. ഞാൻ എന്തായാലും 2.5 കപ്പ് എടുത്തു വെച്ചു. അതിൽ നിന്നും ഏതാണ്ട് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇപ്പം തന്നെ നല്ലൊരു കുറുകിയ ചാറാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇച്ചിരി ഉപ്പ് നമ്മൾ ചേർത്ത് മറക്കണ്ട കേട്ടോ. സവാളയിൽ ചേർത്തിരുന്നു വഴറ്റിയപ്പോൾ. അപ്പോൾ ഇനി ഉപ്പ് ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ലൊരു തിള വരണം. നല്ലൊരു തിള വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട, ഇതിപ്പോൾ ഞാനൊരു 5 മുട്ടയാണ്, 6 മുട്ട വരെ ചേർക്കാം കേട്ടോ. ഈ അളവിൽ ഒരു മുട്ട ഞാൻ സേവ് ചെയ്തതാണ്. ആക്ച്വലി 5 മുട്ട ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, 6 മുട്ട ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 5 മുട്ടയിൽ ഉണ്ടാക്കുന്നു. ഇനി
തിള വന്നു തുടങ്ങിയല്ലോ. ഇനി ഓരോ മുട്ടയും ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഇതിലിങ്ങനെ നിരത്തണം. എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ, ഇതിപ്പോൾ നെടുകയാണ് മുറിച്ചിരിക്കുന്നത്, അതല്ല കുറുകയാണ് മുറിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ മുട്ടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കും. മുഴുവനെ വേണമെങ്കിൽ ഇടാം വരഞ്ഞിട്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടി മുട്ടയിൽ ആ ഒരു സ്പൈസസിൻ്റെയൊക്കെ ടേസ്റ്റ് കുറച്ചുകൂടി കയറും. അപ്പോൾ മുട്ട കാണാനില്ലല്ലേ, എവിടെ പോയി നമ്മളുടെ മുട്ട? വേർ ഇസ് ദ എഗ്സിനെ കാണുന്നില്ല, പക്ഷെ കുഴപ്പമില്ല. നമ്മളിട്ട് ഇനി തവിയൊന്നും ഇട്ട് കുത്തി ഇളക്കൊന്നും വേണ്ട. ഇതിങ്ങനെ പാത്രം ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഫ്ലാറ്റായിട്ട് തന്നെ കിടക്കും. ഇനി ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ ചെറിയ തീയിൽ കിടക്കട്ടെ. ഒരു ഇടത്തരം തീയിലിട്ട് തിളപ്പിക്കണം. ഇടത്തരവും വേണമെന്നില്ല, ഒരു ചെറിയ തീ ആയാലും മതി. ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ സ്ലോ ഫയറിൽ ഇടുക. അങ്ങനെ ഇട്ടാലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിങ്ങനെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചാറൊന്ന് കുറുകി വരും. അന്നേരം നമ്മൾ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ആവശ്യാനുസരണം, ചാറ് വേണമല്ലോ, അതിനനുസരിച്ചിട്ട് 1/2 മുതൽ 1 കപ്പ് വരെ. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും നല്ല തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ ടിന്നിൽ കിട്ടുന്നത് നാറ്റ്കോടെയാണ്. ഈ ബ്രാൻഡാണ്. എന്നോട് ലാസ്റ്റ് ടൈം കുറേ പേര് ചോദിച്ചിരുന്നു ഏതാണ് നല്ല തേങ്ങാപ്പാൽ ഇവിടെ കിട്ടുന്നത്. എനിക്ക് നന്നായിട്ട് തോന്നിയത് നാറ്റ്കോ. അപ്പോൾ ഇതിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ. ഓക്കെ, ഇതിപ്പോൾ നല്ല കുറുകിയ തേങ്ങാപ്പാലായിരിക്കും. ആ കുറുകിയ തേങ്ങാപ്പാൽ ഇവിടെ പല ബ്രാൻഡ്സും കിട്ടും, പക്ഷേ ഇതാണ് എനിക്ക് നല്ല കുറുകിയതെന്ന് തോന്നിയിട്ടുള്ളത്. നോക്കണ്ടോ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ. ഇതാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് ഒരു 1/2 മുതൽ 1 കപ്പ് വരെ ആകാം, ആവശ്യാനുസരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നമ്മുടെ വേറെ എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും അത് ചെയ്യാനായിട്ട് പോകാം. നമ്മളിതിന് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വാസ്തവത്തിൽ കറങ്ങി നടക്കാം, ഒരു കുഴപ്പമില്ല. ചെറിയ തീയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ കിടന്ന മുട്ടയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച നല്ലതായിട്ടൊരു കുറുകിയൊക്കെ വരും. അന്നേരം തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ വേറെ ഒന്നും ഇളക്കൊന്നും ചെയ്തത്, ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷിംഗ് ആണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയില ഇട്ട് തീർക്കുക. താളിക്കലൊന്നും ഇല്ലല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഈസി മുട്ടക്കറി. ടേസ്റ്റി, ഈസി മാത്രമല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ചാറെല്ലാം കുറുകി ഇല്ലേ, ഇത്രയെല്ലാം ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാമല്ലോ. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യാൻ. തേങ്ങാപ്പാൽ ഒഴിക്കട്ടെ. അത് ആവശ്യാനുസരണമാണ്. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ആകാം. നീ ഇളക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ഞാനും ഇളക്കുന്നില്ല കേട്ടോ. ഓക്കെ, തേങ്ങാപ്പാൽ ഒഴിച്ചു. എല്ലായിടത്തേക്കും നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക. ഫിനിഷ്ഡ്. മുട്ടക്കറി, നല്ല കുറുകുറുന്നുള്ള മുട്ടക്കറി റെഡി. ഇനി ആ മല്ലിയിലയും കൂടി ഇട്ടാൽ മതി. ചെറുതായിട്ട് അരിഞ്ഞിടാം വേണമെങ്കിൽ. ഞാനിപ്പോൾ അങ്ങനെ നോക്കാറില്ല കേട്ടോ. ഇവിടെ ഇടുന്നു, നമ്മൾ വീട്ടിലാവശ്യത്തിന് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ടല്ലേ ചെയ്യുന്നത്. സാധാരണ ഷെഫുമാരൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പം ഒരു എന്താ പറയുക, ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞിടണം. പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിന് കുഴപ്പമില്ല, നമ്മളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. കഴിഞ്ഞു. അങ്ങനെ മല്ലിയിലയും അരിഞ്ഞ് ചേർത്തു. ഫിനിഷ്ഡ്. ഇനി ചെറിയ തീയിൽ വേണമെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി ഇടാം. അപ്പോൾ വീണ്ടും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞിരിക്കുന്നുണ്ടോ. കുറുകിയ നല്ലൊരു മുട്ടക്കറി റെഡി. ഓക്കെ, ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. കാണുന്നുണ്ടല്ലോ മുട്ടക്കറിയുടെ ഒരു ഭംഗി. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള മുട്ടക്കറി. ചാറിൻ്റെ കുറുകൽ കാണിക്കാനാട്ടോ ഞാൻ തവി എടുത്ത്. അപ്പോൾ വിളമ്പുന്ന സമയത്ത് നമുക്ക് ആവശ്യാനുസരണം ഇങ്ങനെ തവിയിൽ ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ കോരി അതിൻ്റെ ചാറോട് കൂടി വിളമ്പാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ ചപ്പാത്തിക്കുള്ള കറി. അങ്ങനെ മുട്ടക്കറിയുടെ വിശേഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇഷ്ടമായല്ലോ അല്ലേ? സിമ്പിളാണ്, ഒരുപാടുമില്ല, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കും. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ്, ഒരു ഭയങ്കര ടേസ്റ്റുള്ള വ്യത്യസ്തമായൊരു കാര്യമാണ്. ഇച്ചിരി ജീരകമൊക്കെ ഇടുന്നുണ്ട്, അതിനൊരു വെറൈറ്റി ഓഫ് ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് തോന്നുന്നത് ജീരകമൊക്കെ നന്നാവുമെന്ന് തോന്നുന്നു, അങ്ങനെയല്ല. ഈ ഒരു കറിയിൽ ജീരകം കൂടി ഇട്ടാലേ അതിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും പറ്റുന്ന പോലെയൊക്കെയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഞാൻ കുറച്ച് ബുക്കെല്ലാം വായിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി എല്ലാവരും ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ സിനിമ കാണൽ തുടങ്ങും. ഓക്കെ, ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.